ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ക്രോമിനെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാം, അതുപോലെ തന്നെ ക്രോമിന് എങ്ങനെ ഒരു ലൈവ് വാൾപേപ്പർ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നോർമലി നമുക്കൊരു റെഗുലർ ഇമേജസ് മാത്രമേ ക്രോമിൽ വാൾപേപ്പറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ക്രോമിൽ വെബ് സ്റ്റോർ ഓപ്പൺ ആക്കുക. അതിൽ ബോൺജിയോർ സെർച്ച് ചെയ്യുക. ഇവിടെ ആഡ് ടു ക്രോം എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ആയി വന്നതിന് ശേഷം ഫസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷോ ഓൾ സെറ്റിംഗ് എന്നും പിന്നെ ഹൈഡ് സെറ്റിംഗ് ഐക്കൺസും കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ബോൺജിയോർ തീംസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ വെബ്സൈറ്റിൽ നമുക്ക് കുറച്ച് തീംസ് അവൈലബിൾ ആണ്. ഇതിൽ ഫസ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിനായിട്ട് വ്യൂ റോ സെറ്റിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് കോർണറിൽ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി സെലക്ട് ചെയ്ത തീമിൻ്റെ കോഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. അതിനായിട്ട് സെറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സ്പേസിൽ ഈ കോഡ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അപ്ലൈ ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ തീം അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാൾപേപ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ലോക്കൽ ഫയൽ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഫയൽ. ഇപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ലൈവ് വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനായി നമുക്ക് ഗിഫ് ഫയൽസുകൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു വാൾപേപ്പർ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഗ്രീറ്റിംഗ് മെസ്സേജ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് സെറ്റിങ്ങിനകത്ത് ഗ്രീറ്റിംഗ് നെയിം എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നെയിം കൊടുക്കാം. പിന്നെ സെർച്ച് ബാർ നമുക്ക് എനേബിൾ ചെയ്യാം. ആ സെർച്ച് ബാറിനകത്ത് കൊടുക്കേണ്ട മെസ്സേജ് നമുക്ക് ഇനി ഡിസൈഡ് ചെയ്യാം. അപ്പം ഞാൻ സെർച്ച് എന്ന് തന്നെ കൊടുക്കാം. റെഗുലർ വീഡിയോസ് ലൈവ് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ ടു ഗിഫ് കൺവേർട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ സൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് വീഡിയോസ് ഗിഫായിട്ട് കൺവേർട്ടായിട്ട് നമുക്ക് അത് തന്നെ വാൾപേപ്പറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. Thank you for watching my video.